ഉള്ളുകൊണ്ട് ഇല്ല എന്ന് ആഗ്രഹിച്ചപ്പോഴും പുറത്ത് ശരിയെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിന് അത് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വിഷമമായാലോ, അവർക്ക് ദേഷ്യം വന്നാലോ, അല്ലെങ്കിൽ അവർക്ക് നമ്മോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമോ എന്ന് ഭയന്ന്. ഈ ഒരു സ്വഭാവം പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിനും കരുതലിനും എല്ലാം ഉപരിയായി നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ്. എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നവരായി മാറുന്നത്? ഇതെങ്ങനെ നമ്മുടെ ആത്മാഭിമാനത്തെ പതുക്കെ ഇല്ലാതാക്കുന്നു? ഇതിൽ നിന്നെല്ലാം എങ്ങനെ മാറ്റം കൊണ്ടുവരാം എന്നെല്ലാമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയ ഒരു സ്ത്രീയെ സങ്കല്പിക്കുക. അവളുടെ പേര് മീര എന്നിടാം. അവൾ ആരോടും ഇല്ല എന്ന് പറയാറില്ല, എല്ലാവരെയും സഹായിക്കും. മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും, എന്തിനും സാരമില്ല എന്ന് പറയും. ആളുകൾ അവളെ സ്നേഹമുള്ളവൾ, വളരെ ഹെൽപ്പിംഗ്, സ്വാർത്ഥതയില്ലാത്തവൾ എന്നൊക്കെ വിശേഷിപ്പിക്കും. പക്ഷേ ആ ഒരു ദിവസം കഴിയാറാകുമ്പോഴേക്കും അവൾ തളർന്നു പോയിട്ടുണ്ടാകും. തനിക്കെങ്ങനെയുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിക്കും. എന്നാൽ രസകരമായ കാര്യം, അവൾക്ക് മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ അറിയില്ല എന്നതും. കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ സ്നേഹം ലഭിക്കൂവെന്ന് അവൾ എവിടെയോ വച്ച് പഠിച്ചെടുത്തു. ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു വ്യക്തിയെ പോലെയാകാം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നത് ഒരു നന്മയാണെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. പക്ഷേ അവ രണ്ടും രണ്ടാണ്. നന്മ, കരുണ എന്നത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഭയന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതെങ്കിൽ അത് നന്മയാകുമോ? ആളുകൾ നമ്മെ ഉപേക്ഷിക്കുമോ? നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കുമോ? നമ്മളോടുള്ള സ്നേഹം ഇല്ലാതാകുമോ എന്ന ഭയങ്ങളാണ് നമ്മുടെ പ്രവൃത്തിയുടെ പിന്നിലെങ്കിൽ അത് പതുക്കെ നമ്മെ മാനസികമായി തളർത്തും. കാലക്രമേണ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെ നമ്മൾ മറന്നുപോകും. അവിടെയാണ് നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കാൻ തുടങ്ങുന്നത്. അംഗീകാരവും സുരക്ഷിതത്വവും ലഭിക്കാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്നൊരാൾ പഠിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു രീതി, പീപ്പിൾ പ്ലീസിംഗ് സ്വഭാവം വളർന്നു വരുന്നതെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. കാലക്രമേണ ഇല്ല എന്ന് പറയുന്നതിനെ വഴക്കിനോ നിരസിക്കലിനോ ഉള്ള ഒരു സാധ്യതയായി തലച്ചോറ് കാണാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു കാര്യത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമുക്ക് കുറ്റബോധം തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ആരോഗ്യമുള്ള ബന്ധങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം ബലി കൊടുക്കേണ്ടതില്ല. യഥാർത്ഥ കരുതലിൽ നിങ്ങളോടുള്ള കരുതലും ഉൾപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക? അതിന് നമ്മൾ മറ്റുള്ളവരോട് പരുക്കനായി പെരുമാറേണ്ടതില്ല. എല്ലാവരോടും ഇല്ല എന്ന് പറയുകയുമല്ല വേണ്ടത്. നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധരാവുക എന്നതാണ് ലക്ഷ്യം. നിങ്ങൾക്ക് സ്നേഹമുള്ളവരായിരിക്കാം, ഒപ്പം സത്യസന്ധരുമാകാം. സ്വന്തം വ്യക്തിത്വം അഴിച്ചു വെക്കാതെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. യാത്ര തുടങ്ങുന്നതിന് മുൻപ് എയർ ഹോസ്റ്റസ് എപ്പോഴും പറയാറുണ്ട്, ഓക്സിജൻ മാസ്ക് താഴേക്ക് വീഴുകയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുൻപ് സ്വന്തം മാസ്ക് ധരിക്കുക എന്ന്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്കാവില്ല. പക്ഷേ അനുദിന ജീവിതത്തിൽ നമ്മളിൽ പലരും ഇതിനു നേരെ വിപരീതമാണ് ചെയ്യുന്നത്. നമ്മൾ മാനസികമായി പൂർണ്ണമായും തളരുന്നതുവരെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു, ശരിയെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്വയം ശ്രദ്ധിക്കുന്നത് സ്വാർത്ഥതയല്ല. മറ്റുള്ളവർക്ക് മുന്നിൽ ആരോഗ്യകരമായ രീതിയിൽ നിലകൊള്ളാൻ അത് ആവശ്യമാണ്. മനസ്സുകൊണ്ട് ഇല്ല എന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടും അവസാനമായി നിങ്ങൾ ശരിയെന്ന് പറഞ്ഞ ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാമോ? ഒന്ന് പോസ് ചെയ്ത് സ്വയം ചോദിക്കൂ, ഞാൻ എന്തുകൊണ്ടാണ് അന്ന് ശരിയെന്ന് പറഞ്ഞത്? സത്യമായും സഹായിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണോ? ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതിന് ഞാൻ നൽകേണ്ടി വന്ന വില എന്തായിരുന്നു? എൻ്റെ സമയം, എൻ്റെ സമാധാനം, എൻ്റെ ഊർജം, എൻ്റെ മാനസികാരോഗ്യം.
മെല്ലെ ആഴത്തിലൊരു ശ്വാസമെടുക്കാം. നിങ്ങളുടെ കൈ നെഞ്ചിൽ വെച്ച് പതുക്കെ പറയാം, എൻ്റെ ആവശ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നന്മയുള്ളവരായിരിക്കുന്നത് നിർത്തേണ്ടതില്ല. സ്വയം ഇല്ലാതാകുന്നത് നിർത്തിയാൽ മാത്രം മതി. ഇനി ഈ ഒരാഴ്ച നിങ്ങൾക്ക് പരിശീലിക്കാവുന്ന 3 കാര്യങ്ങൾ പറയാം. 1. മറുപടി നൽകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള എടുക്കുക. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് ഒരു സഹായം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മറുപടി പറയരുത്. പകരം പറയാം, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആ ചെറിയൊരു ഇടവേള കുറ്റബോധം കൊണ്ട് പെട്ടെന്ന് മറുപടി നൽകുന്നതിന് പകരം ചിന്തിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങളുടെ മനസ്സിന് സമയം നൽകും. 2. നിങ്ങളുടെ ലക്ഷ്യം എന്തെന്ന് പരിശോധിക്കുക. ശരിയെന്ന് പറയുന്നതിന് മുൻപ് സ്വയം ചോദിക്കാം, ഞാനിത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ പറയുന്നത്, അതോ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താവുമെന്ന ഭയം കൊണ്ടാണോ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ തീരുമാനങ്ങളെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. 3. ഒരു കാര്യത്തിലെങ്കിലും സത്യസന്ധമായി ഇല്ല എന്ന് പറയുക. ഈ ആഴ്ച സാധാരണ താല്പര്യമില്ലെങ്കിലും നിങ്ങൾ ശരിയെന്ന് പറയാറുള്ള ഒരു ചെറിയ സാഹചര്യത്തിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇല്ല എന്ന് പറഞ്ഞു നോക്കാം. വലിയ വിശദീകരണങ്ങളുടെയൊന്നും ആവശ്യമില്ല. എനിക്കിന്നത് ചെയ്യാൻ കഴിയില്ല എന്ന ലളിതമായ മറുപടി മാത്രം മതിയാകും. ഓർക്കുക, നിങ്ങൾ പറയുന്ന ഓരോ ആരോഗ്യകരമായ ഇല്ലയും നിങ്ങളോട് തന്നെ പറയുന്ന ആരോഗ്യകരമായ ഒരു ശരി കൂടിയാണ്. അത് നിങ്ങളുടെ ആത്മാഭിമാനം കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക എന്നത് ഒരു മനോഹരമായ ഗുണമാണ്. എന്നാൽ ആ കരുണയ്ക്ക് വേണ്ടി നിങ്ങളെ സ്വയം ബലി കൊടുക്കേണ്ടതില്ല. ശരിയെന്ന് പറയുന്നത് നിങ്ങളെ തളർത്തുകയോ മാനസികമായി വിഷമിപ്പിക്കുകയോ ചെയ്യുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ട്. യഥാർത്ഥ സ്നേഹത്തിൽ നിങ്ങളോട് സ്വയമുള്ള സ്നേഹവും അടങ്ങിയിരിക്കുന്നു. നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അതിരുകളെ, ബൗണ്ടറീസിനെ എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും അവർ അതിനെ ബഹുമാനിക്കാൻ പഠിക്കും. ഇല്ല എന്ന് പറയാത്തത് കൊണ്ട് മാത്രം നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങൾക്ക് അതിരുകളില്ലാത്തതിന്റെ ആനുകൂല്യം മുതലാക്കിയവരായിരിക്കാം. അടുത്ത ആഴ്ച പെർഫെക്റ്റ് ആകണമെന്ന നമ്മുടെ ചിന്തയും അതെങ്ങനെ നമ്മുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നുവെന്നും നമ്മൾ കാണാൻ പോകുന്നു. ഇത് 30 ദിവസത്തെ സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ് സീരീസിന്റെ ഡേ 8.